തൃശൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് വികസന നയരേഖ അവതരിപ്പിച്ച് ബി.ജെ.പി. വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണെന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ നെല്ലിക്കുന്നിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു. മണ്ണുത്തി നെറ്റിശ്ശേരി പാടശേഖരത്തിന് സമീപം മധ്യവയസ്കനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. 24 ദേവീദേവന്മാർ പങ്കെടുത്ത ദേവമേളയ്ക്ക് ആറാട്ടുപുഴ പൂരപ്പാടത്ത് ആയിരങ്ങൾ സാക്ഷിയായി. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല സമാപിച്ചു. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. ചെവൂർ സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വീരൻപള്ളിയിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. വോട്ട് ചെയ്യുമ്പോൾ ഇതെന്റെ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല, എന്റെ ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ് എന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ നേരിടുന്ന വികസന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര നിർദ്ദേശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി എൻ.ഡി.എ തൃശൂർ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച വികസന നയരേഖ ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു സുരേഷ് ഗോപി. രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ ഒരു കുത്തൊഴുക്കുണ്ടാക്കി, രാഷ്ട്രത്തിന് വേണ്ടി ഒരു ഭരണം അത് സാധ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ ഹൃദയം സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഓരോ ഇലക്ഷനും ഒരു ഇന്ത്യൻ ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരൻ ചിന്തിക്കാൻ. ജനങ്ങളുടെ പണം, ചുങ്കപ്പണം പിരിച്ച് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ അതിൻ്റെ അവസാനത്തെ പെനി വരെ അവൻ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യിക്കുന്നവനായിരിക്കണം ഭരണകർത്താവ്. അല്ലാതെ അപ്പം തന്നെ എൻ്റെ യൂണിയൻ അവരുടെ യൂണിയൻ അങ്ങനെ വിചാരിക്കുന്നവരാവരുത് ഭരണകർത്താക്കൾ. ജനങ്ങളുടെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെ ലീഡറായിരിക്കണം ഭരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും. രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഭരണം സാധ്യമാക്കുന്നതിന് വേണ്ടി ഹൃദയം പങ്കുവയ്ക്കുവാൻ തയ്യാറാണോ എന്നാണ് തെരഞ്ഞെടുപ്പിനോട് പ്രതിബദ്ധതയുള്ള ഓരോ പൗരനും ചിന്തിക്കേണ്ടത്. അങ്ങനെയൊരു ജനാധിപത്യ സംസ്കാരമല്ല ഇവിടെ നിലവിലുള്ളത്. രാഷ്ട്രത്തിന്റെ ഇഷ്ടം സമ്പാദിച്ചവരെ തിരസ്കരിക്കുന്നതാണോ നമ്മുടെ ജനാധിപത്യത്തിനോടുള്ള മര്യാദയെന്നും സുരേഷ് ഗോപി ചോദിച്ചു. മെട്രോമാൻ ഇ ശ്രീധരൻ ചർച്ച ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാല കോപ്പറേറ്റീവ് ആൻഡ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ എം മോഹൻദാസ്, ബി.ജെ.പി. മേഖലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ, തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ അതുല്യ ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നെല്ലിക്കുന്നിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. നെല്ലിക്കുന്ന് സ്വദേശികളായ ഐനിക്കൽ വീട്ടിൽ റീന, സിസ്ലി, ഫെയ്ത്ത്, ഫെസ്റ്റസ്, ബെഞ്ചമിൻ, ഡ്രൈവർ ജിജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. വാഹനത്തിൽ കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മണ്ണുത്തി നെട്ടിശ്ശേരി പാടശേഖരത്തിന് സമീപം മധ്യവയസ്കനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയാണ് കൊല്ലപ്പെട്ടതെന്ന് സംശയിക്കുന്ന ആൾ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഇതുവഴി പ്രഭാത നടത്തത്തിന് പോയിരുന്ന ആളുകളാണ് മൃതദേഹം ആദ്യം കണ്ടത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി ഏർവാടിക്കാരൻ വീട്ടിൽ 43 വയസ്സുള്ള ഷാനവാസാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിൽ മെറീന ആശുപത്രിക്ക് സമീപത്തെ പെട്രോൾ പമ്പിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. സ്കൂട്ടറിലെത്തിയ ഷാനവാസ് കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ അതിൽ നൽകാൻ തയ്യാറായില്ല. ക്യാൻ കൊണ്ടുവന്നാൽ പെട്രോൾ നൽകാമെന്ന് പറഞ്ഞ് സമീപത്തെ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ ജീവനക്കാരൻ മാറിയ സമയം പെട്രോൾ എടുത്ത് തലയിലൂടെ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. ദേവീദേവന്മാർ പങ്കെടുത്ത ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് ആറാട്ടുപുഴ പൂരപ്പാടത്ത് ആയിരങ്ങൾ സാക്ഷിയായി.
മേളപ്രമാണി പെരുവനം കുട്ടൻ മാരാരുടെ നേതൃത്വത്തിൽ 250-ൽ പരം വാദ്യകലാകാരന്മാർ നയിച്ച പഞ്ചാരിമേളം നാദവിസ്മയമായി. പാമ്പാടി രാജൻ ശാസ്താവിന്റെ തിടമ്പേറ്റി. ആറാട്ടുപുഴ ശാസ്താവ് നിലപാടുതറയിലെത്തിയതോടെ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിച്ചു. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ എഴുന്നള്ളിപ്പുകൾ തുടർന്നു. ക്ഷേത്ര ഗോപുരത്തിനും നിലപാടുതറയ്ക്കും മധ്യേ തെക്കുവടക്ക് കിടക്കുന്ന നടയിലും പടിഞ്ഞാറ് ഭാഗത്തുള്ള വിശാലമായ പാടത്തുമാണ് എഴുന്നള്ളിപ്പുകൾ നടന്നത്. പുലർച്ചെ പൂരപ്പാടത്ത് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പും ദേവമേളയുടെ അവിസ്മരണീയ കാഴ്ചയായി. ആറാട്ടുപുഴ പൂരത്തിനായി കൊണ്ടുവന്ന ആന അനുസരണക്കേട് കാണിച്ചു. ക്ഷേത്രത്തിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ തളച്ചിട്ടിരുന്ന വടക്കുംനാഥൻ ശിവൻ എന്ന ആനയാണ് ഓടി അനുസരണക്കേട് കാണിച്ചത്. പാപ്പാന് വീണ് നിസ്സാര പരിക്കേറ്റു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. വെള്ളിയാഴ്ച രാത്രി തറയ്ക്കൽ പൂരത്തിന് ശേഷം ആനകൾ തമ്മിൽ കൊമ്പുകോർത്ത് വിരണ്ടോടിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ഭക്തി നിർഭരമായി. കെട്ടുകാളകളെ തോളിലേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കാളവേലകൾ കാവുകയറി പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തോന്നൂർക്കര, കുറുമല തുടങ്ങി 5 ദേശങ്ങൾക്ക് പുറമെ മറ്റു വേലകളും വിവിധ കാഴ്ചകളും കാവിലെത്തിയിരുന്നു. വേലയുടെ മുഖ്യ ചടങ്ങുകളിൽ ഒന്നായ കാളിദാരിക തേർത്തട്ടിലേറിയുള്ള വരവും നടന്നു. വേലയ്ക്ക് വെടിക്കെട്ട് തുടർച്ചയായി 2ാം വർഷവും നടക്കാതിരുന്നത് തട്ടകദേശക്കാരെയും ഉത്സവപ്രേമികളെയും നിരാശയിലാക്കി. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. ചെവൂർ സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വീരൻപള്ളിൽ എന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഉരുപ്പടികളും ഫർണിച്ചറും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. തൃശൂർ ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ ജനങ്ങൾ രാജകീയമായി വരവേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നത്. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാണ് വിശുദ്ധ വാരാചരണത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ സ്മരിക്കുക. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, തൃശൂർ വ്യാകുല മാതാ ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്തും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണുക്കാടനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുത്രി നീ ആമോദിക്കൂ നിൻ രാജാവിതാ. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപതയിലെ നിരവധി വൈദികർ സഹകാർമ്മികരായിരുന്നു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, ഇടവക ട്രസ്റ്റിമാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ഓശാന ഞായർ ആചരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കുരിശുപള്ളിയിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 4 പശുക്കൾ തൊഴുത്തിൽ വൈദ്യുതാഘാതമേറ്റ് ചത്തു. വല്ലച്ചിറക്കാരൻ തോമസിന്റെ വീട്ടിലെ 5 പശുക്കളിൽ 4 പശുക്കളാണ് ചത്തത്. ഇന്ന് രാവിലെ പാൽ കറവിനിടെയാണ് സംഭവം. പശുക്കളെ കറവ് നടത്തിക്കൊണ്ടിരിക്കെ തൊഴുത്തിലെ കറന്റ് കണക്ഷനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് തോമസിന്റെ മേലേക്ക് പശുക്കൾ വീഴുകയായിരുന്നു. വീഴ്ചയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ പശുക്കളുടെ ഇടയിൽപ്പെട്ട് തോമസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. CC മുകുന്ദൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, KCB ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നാട്ടുകാരുടെ സഹായത്തോടെ പശുക്കളെ തൊഴുത്തിൽ നിന്ന് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പശുക്കളുടെ ജഡങ്ങൾ സംസ്കരിക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണിയുമായി സംസാരിച്ച് സർക്കാരിൽ നിന്ന് ധനസഹായം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കാപ്പ ചുമത്തി നാടുകടത്തി ചെറുതുരുത്തി തെക്കേക്കരമേൽ വീട്ടിൽ അലി ബാബു എന്ന അലിയെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിനെ ആക്രമിക്കുകയും ജഡ്ജിയെ അസഭ്യം പറയുകയും ചെയ്യുന്ന കേസിലെ പ്രതിയാണ് അലി ബാബു. ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്ററാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. സ്ഥാപനത്തിൽ സ്ഥിരമായി പഴകിയ ഇറച്ചി വിൽപ്പന നടത്തുന്നതായുള്ള പരാതികളെ തുടർന്നാണ് ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കുന്നംകുളം സബ് ഇൻസ്പെക്ടർ AA ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗവും സംയുക്ത പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നിന്നുള്ള ദുർഗന്ധം രൂക്ഷമായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പഴകിയ ഇറച്ചി കണ്ടെത്തി. പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ഹെഡ് ക്ലർക്ക് G ശാന്തി, ക്ലർക്ക് CS ആര്യ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് S കണ്ണൻ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CITU എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നെല്ലുവ യൂണിറ്റ് സെക്രട്ടറി VA മനോജ് അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, PA ബൈജു, TK ശിവൻ, വിധുബാല തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി കാരത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ MC മാത്യുക്കുട്ടിയുടെ 2.5 ഏക്കർ സ്ഥലത്ത് 100ഓളം കുലച്ച വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സമീപത്തെ വിവിധ തോട്ടങ്ങളിലും പന്നികളുടെ ശല്യം രൂക്ഷമാണ്. പന്നികളെ പിടികൂടുവാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കിഴക്കേ പട്ടിശ്ശേരിയിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. ജീവിതം വെള്ളത്തിലായില്ലേ എന്ന് ചോദിച്ചാൽ ചങ്ങരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും. ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന് പച്ചവെള്ളം പോലെയാണ്. എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും, പാട്ടുപാടും, ഭക്ഷണം കഴിക്കും. നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം. 70-ാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുന്നത്. പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി 15-ാമത്തെ വയസ്സിൽ BM കായലിൽ ഇറങ്ങിയ അശോകന് ജലദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു. വശമില്ലാത്ത കാര്യം ചെയ്യരുത്. ഈ വെള്ളം കണ്ടപ്പോൾ നീന്തളം തോന്നി. ലാസ്റ്റ് എന്തായെന്നറിയാം, മുങ്ങി മരിക്കേണ്ട ഗതികേടെത്തി. അപ്പോൾ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങുണ്ട്.
അങ്ങനെ നീന്തി രക്ഷപ്പെട്ട് അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേക്ക് തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം, ഇത് തലമുറകൾക്ക് കൈമാറണം, കുട്ടികൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. 300 ജില്ലം കുളങ്ങളിലും 27 പുഴകളിലും കിടന്നു. മുങ്ങിയും പൊങ്ങിയും ഒരുവിധം കരക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലെടുത്ത ശബ്ദമാണ് ഇന്നത്തെ അഭ്യാസിയിലേക്കുള്ള വഴിയൊരുക്കിയത്. അന്ന് തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിന് മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു. മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ ചിലവഴിക്കും. താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ്. ഇദ്ദേഹം സ്കൂള് കോളേജ് ഉള്ള ഈ പ്രദേശങ്ങളിലെ കുളങ്ങള് സ്വിമ്മിംഗ് പൂള് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം കൂടി കൊടുക്കാൻ തയ്യാറാണ് ഈ മനുഷ്യൻ. അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട്. വെണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മന്നിതിൽ പിഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. TCV കുന്നംകുളം. ചെങ്ങാലൂർ ചിറയങ്ങാട്ടു പാടത്ത് രണ്ടാം വിളയായി ഇറക്കിയ കറുത്ത നവര കൃഷിയുടെ വിളവെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഇറക്കിയത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ കവിത നിർവഹിച്ചു. കർഷക കൂട്ടായ്മ ചെയർമാൻ KS സുരേന്ദ്രൻ അധ്യക്ഷനായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി TM ശിഖാമണി, ചക്കിക്കുട്ടി വേലായുധൻ, KK അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, VS വിജയരാഘവൻ, KPCC സെക്രട്ടറി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് പെട്രോളിനും ഡീസലിനും 100 രൂപയിൽ കവിയുന്നു. മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചപ്പോൾ ഗ്യാസ് കുറ്റിക്ക് 1-ന് 400 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 1000. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരക്കെടിഞ്ഞു. കമ്പനിക്കടവിന് വടക്ക് ഭാഗത്താണ് 2 ഇടങ്ങളിലായി കടലാമകളുടെ ജഡം കണ്ടത്. തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചു കയറിയ നിലയിലാണ് ജഡം. പ്രദേശത്ത് 2 മാസത്തിനിടെ 4 കടലാമകളാണ് ചത്ത് കരക്കെടിഞ്ഞിട്ടുള്ളത്. ഒലീവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട 3 അടിയോളം വലിപ്പമുള്ള കടലാമയാണ് ഇന്ന് കരക്കെടിഞ്ഞിട്ടുള്ളത്. നാട്ടുകാർ ചേർന്ന് ജഡം കുഴിച്ചുമൂടി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഓശാന ദിനാചരണം നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര നേതൃത്വം നൽകി. സിസ്റ്റർ അന്ന കുരുതു കുളങ്ങര, കൈക്കാരന്മാരായ VV ജോസ്, M സ്റ്റീഫൻ ജോസ്, TA കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. യേശുക്രിസ്തുവിന്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം പുനരാവിഷ്കരിച്ച് എറവ് കപ്പൽ പള്ളിയിലെ യൂത്ത് വിംഗ്. പ്രതീകാത്മകമായി യേശു കഴുതപ്പുറത്ത് ജെറുസലേമിൽ പ്രവേശിച്ചതിന്റെ ദൃശ്യാവിഷ്കാരവും അണിയിച്ചൊരുക്കിയിരുന്നു. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KCYM CLC സംഘടനകളാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. മദർ സുപ്പീരിയർ സിസ്റ്റർ അനില, സിസ്റ്റർ അഞ്ജലി, കൈക്കാരൻ ഫ്രാൻസിസ് പാവറട്ടിക്കാരൻ, ജസ്റ്റിൻ ആന്റണി, വർഗീസ് പ്ലാക്കൻ, ചാക്കോച്ചൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. സെന്റ് ജോസഫ് കപ്പേളയിൽ ഫെറോന വികാരി ഫാദർ ജോഷി ആളൂരിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം വെഞ്ചിരിച്ച കുരുത്തോല വിശ്വാസികൾക്ക് നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ പ്രദക്ഷിണത്തിന് അകമ്പടിയേകി. ഫാദർ പ്രകാശ് പുത്തൂർ ഓശാന സന്ദേശം നൽകി. പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. കപ്പേളയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം ആശീർവദിച്ച കുരുത്തോല വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ആളൂർ ലേവി, ചാലിശ്ശേരി സതീഷ്, അന്തിക്കാട് വിൽസൺ, ചിറയത്ത് ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ഓശാന ഞായർ തിരുകർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. കുരുത്തോലകൾ കൈകളിലേന്തി നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. CLC അംഗങ്ങൾ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരുന്നു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡെയ്സൺ പഴുന്നാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. എളവള്ളി ബെത്സെയ്ദ ആശ്രമത്തിൽ നിന്ന് വെഞ്ചരിച്ച കുരുത്തോലയുമേന്തി പള്ളിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. വികാരി ഫാദർ ഫ്രാഗ്ലിൻ കണ്ണനാക്കൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരത്താക്കര മേരി ഇമാക്കുലേറ്റ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോംബ് വടക്കൻ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ സ്റ്റീഫൻ അറക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. യേശു കഴുതപ്പുറത്ത് ജെറുസലേമിൽ പ്രവേശിച്ചതിന്റെ പ്രതീകാത്മക ദൃശ്യാവിഷ്കാരവും ഒരുക്കിയിരുന്നു. കരുമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിൽ നടന്ന ഓശാന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് വികാരി മനോജ് കീഴൂർ മുട്ടിക്കൽ മുഖ്യ കാർമ്മികനായി. ഡീക്കൻ ക്ലിന്റ് പാണേങ്ങാടൻ വചന സന്ദേശം നൽകി. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോമോൻ പല്ലൻ, രാജു മണ്ണൂർ, ജോഷി ചെറുമടം, ജോൺസൺ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്ന് തുടർച്ചയായ 11ാം വർഷവും യുവജനങ്ങളുടെ നേതൃത്വത്തിൽ 500 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ഭീമൻ മരക്കുരിശുമായി മലയാറ്റൂർക്ക് യാത്ര തിരിച്ചു. വികാരി ഫാദർ മനോജ് കീഴൂർ മുട്ടിക്കൽ കുരിശിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. വിനോദ് മാടവന, ഷൈജു പനക്കൻ, പ്രനീഷ് മുരിങ്ങത്തേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരക്കുരിശുമായുള്ള മലയാറ്റൂർ യാത്ര നടത്തുന്നത്. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇതുപയോഗിക്കുന്ന വ്യക്തികളിലും സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും അങ്ങ് അർപ്പിച്ച കുരിശിലെ ബലിയുടെ രക്ഷാകര ഫലങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. അർണോസ് പാതിരിയുടെ 292ാം ചരമവാർഷികം പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ ആചരിച്ചു. പാതുവനാദം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ EM തോമസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, നടത്ത് കൈക്കാരൻ റാഫി ആലപ്പാട്ട്, പാതുവനാദം എഡിറ്റർ പിയോളി ജോൺസൺ എന്നിവർ പങ്കെടുത്തു. കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് നീണ്ട 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക CP ഗീതയ്ക്ക് വിദ്യാലയ സൌഹൃദ വേദിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സൌഹൃദ സമിതി പ്രസിഡന്റ് VM ഹംസ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ ഉപഹാരം അംഗങ്ങൾ ചേർന്ന് CP ഗീതയ്ക്ക് സമ്മാനിച്ചു. ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ മറ്റത്തൂർ പഞ്ചായത്തിനുള്ള വിദ്യാലയ സൌഹൃദ സമിതിയുടെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. പുത്തനോളി സ്വദേശി ഷിഹാബിന്റെ ചികിത്സയ്ക്കായി നൽകുന്ന ധനസഹായം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഏറ്റുവാങ്ങി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലേക്ക് BJP പ്രവർത്തകർ കുടിവെള്ളം എത്തിച്ചു നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോളനിയിലെത്തിയ പ്രവർത്തകരോട് കുടിവെള്ളമില്ലാത്തതിന്റെ ദുരിതം ആദിവാസി കുടുംബങ്ങൾ പങ്കുവച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു നൽകിയത്. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, വെള്ളിക്കുളങ്ങര ഏരിയ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, സുഭാഷ് കടമ്പോട്, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളനിയിലെ ജലക്ഷാമം വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആദിവാസി വീടുകളിലും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായും BJP നേതാക്കൾ പറഞ്ഞു.
പുഴയ്ക്കലിൽ ചാമ്പയ്ക്ക പറിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീണയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. KA ജോൺസൺ എന്നയാളെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ചാമ്പയ്ക്ക മരത്തിൽ നിന്ന് 35 അടി താഴ്ചയുള്ള കിണറ്റിലാണ് ഇയാൾ കാൽ വഴുതി വീണത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് നെറ്റ് റോപ്പ് ഉപയോഗിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. തൃശൂർ ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS നവാസ്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ TK പ്രതീഷ്, G പ്രമോദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് വികസന നയരേഖ അവതരിപ്പിച്ച BJP. വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണെന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ നെല്ലിക്കുന്നിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു. മണ്ണുത്തി നെറ്റിശ്ശേരി പാടശേഖരത്തിന് സമീപം മധ്യവയസ്കനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. 24 ദേവീദേവന്മാർ പങ്കെടുത്ത ദേവമേളയ്ക്ക് ആറാട്ടുപുഴ പൂരപ്പാടത്ത് ആയിരങ്ങൾ സാക്ഷിയായി. ചേലക്കര അന്തിമഹാകളൻകാവ് വേല സമാപിച്ചു. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. ചെവൂർ സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വീരൻപള്ളിയിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരത്തിന് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.